ഹലോ എവരി വൺ. പോലീസ് ഡ്രൈവർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത്, ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് ലൈറ്റ് ഇടവിട്ട് മിന്നിത്തെളിഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ നിന്നും ഏറ്റവും അനുയോജ്യമായതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് നിന്നും ചുവപ്പ് ലൈറ്റ് ഇടവിട്ട് മിന്നിത്തെളിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വാഹനം നിർത്തി ഇരുവശത്തു നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കടന്നു പോകണം. വാഹനങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം കടന്നു പോകണം. നെക്സ്റ്റ്, റോഡിന്റെ മധ്യഭാഗത്ത് തുടർച്ചയായി ഇടവിട്ട വെള്ളവര സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അതായത് നമ്മുടെ ഡ്രൈവർ പരീക്ഷയ്ക്ക് പ്രീവിയസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഫർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, റോഡ് മാർക്കിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ടും എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നുണ്ട്. അന്നേരം ഇവിടെ ചോദിച്ചിരിക്കുന്നത് റോഡിന്റെ മധ്യഭാഗത്ത് ഇടവിട്ട വെള്ളവര സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ആൻസർ, എതിരെ വാഹനങ്ങൾ വരുന്നില്ലെങ്കിൽ ശ്രദ്ധിച്ച് വര മുറിച്ച് കടന്നോടിക്കാം. അന്നേരം എതിരെ വര എന്ത് ചെയ്യാം? നമുക്ക് ക്രോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ക്രോസ് ചെയ്യാം. എന്നാൽ എന്ത് ചെയ്യണം? എതിരെ വാഹനങ്ങൾ വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തി, അതായത് അപകടമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം എന്ത് ചെയ്യാം? റോഡ് മുറിച്ച് കടക്കാം. നെക്സ്റ്റ്, CRDIയുടെ പൂർണ്ണ രൂപം എന്താണ്? CRDI എന്നാൽ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, അതായത് fuel ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് CRDI, കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. നെക്സ്റ്റ്, വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം സൂചിപ്പിക്കുന്ന രേഖ. വാഹനത്തിൽ കയറ്റാവുന്ന ഭാരമാണ്, പെർമിറ്റ് ആണ്. ആൻസർ എന്താണ്? പെർമിറ്റ് രേഖയിലാണ് വാഹനത്തിൽ കയറ്റാവുന്ന ഭാരം സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, വൺ വേ ട്രാഫിക് നിയന്ത്രണമുള്ള റോഡിൽ ഇരുവശത്തേക്കും വാഹനം ഓടിക്കുന്നത് ഏത് സമയത്താണ്? അതായത് വൺ വേ എന്ന് എഴുതി വെച്ചിരിക്കുന്ന റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം ഓടിക്കാൻ പറ്റുന്ന സമയം സാധാരണയായി രാത്രി കാലങ്ങളിലാണ് ഇത് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഓരോ പ്രദേശത്തിനനുസരിച്ച് ഇതിന്റെ സമയം മാറിക്കൊണ്ടിരിക്കും. അന്നേരം ഇത് ഒന്നുമല്ല എന്നാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ്, അപകടകരമായ ചരക്കുകൾ കയറ്റുന്ന വാഹനങ്ങൾ, അതായത് ഹസാർഡ് വാഹനങ്ങൾ ഓടിക്കുന്നതിന് ലൈസൻസിന് അധികാരപ്പെടുത്തുന്ന കാലാവധി എത്രയാണ്? കാലാവധി 3 വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധി. എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്കാണ് ഹസാർഡ് വാഹനങ്ങൾ, അതായത് ഈ പെട്രോളിയം, ഗ്യാസ് പോലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ഇപ്പോൾ 3 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ്, വാഹനത്തിൽ അധിക ഭാരം കയറ്റി ഓടിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അനുയോജ്യമായിട്ടുള്ളത്? ഏറ്റവും അനുയോജ്യമായത് എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് അധിക ഭാരം കയറ്റി കഴിഞ്ഞാൽ ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റമാണ്. ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാം. നെക്സ്റ്റ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ ധർമ്മം എന്താണ്? പ്രൊപ്പല്ലർ ഷാഫ്റ്റിന്റെ ധർമ്മം ഗിയർ ബോക്സിനെയും ഡിഫറൻഷ്യലിനെയും കണക്ട് ചെയ്യുന്നു. എന്താണ്? ഗിയർ ബോക്സിനെയും ഡിഫറൻഷ്യലിനെയും കണക്ട് ചെയ്യുന്നതാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. നെക്സ്റ്റ്, ഹെവി ഗുഡ്സ് വാഹനങ്ങൾ സ്കൂൾ പരിസരത്ത് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്രയാണ്? 30 കിലോമീറ്റർ പെർ മണിക്കൂർ. 30 കിലോമീറ്റർ പെർ മണിക്കൂറിലാണ്. ഇത് ഓരോ സ്ഥലങ്ങളിലും മാറിക്കൊണ്ടിരിക്കും. അന്നേരം സാധാരണയായി കേരളത്തിൽ എന്താണ്? 30 കിലോമീറ്റർ പെർ അവർ ആണ് ഗുഡ്സ് വാഹനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവറുടെ കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? 8ാം ക്ലാസ് പാസ്സായിരിക്കണം. എത്രാം ക്ലാസ് പാസ്സായിരിക്കണം? 8ാം ക്ലാസ് പാസ്സായിരിക്കണം. നെക്സ്റ്റ്, ABSന്റെ പൂർണ്ണ രൂപം എന്താണ്? ABS നമ്മൾ കാറുകളിൽ പുറകുവശത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഇതും റിപ്പീറ്റ് ചെയ്തിട്ടാണ്. ABS എന്ന് വെച്ചാൽ ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം. അതായത് ഈ മഴ സമയത്ത് നമ്മൾ വാഹനം ഓടിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്താൽ വണ്ടി സ്കിഡായി പോകാൻ സാധ്യതയുണ്ട്. അന്നേരം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയൊരു സിസ്റ്റമാണ് ആന്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കേരളത്തിൽ വാഹനങ്ങൾക്ക് പരമാവധി വേഗത അനുവദിച്ചിട്ടുള്ളത് വേഗത ഏതായിരിക്കും? 4 വരി പാതകളിലായിരിക്കും പരമാവധി വേഗത അനുവദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, BS4 നിലവാരത്തിലുള്ള ഹെവി വാഹനങ്ങളിൽ ആഡ് ബ്ലൂവിന്റെ ഉപയോഗം. ആഡ് ബ്ലൂ എന്താണ് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? മലിനീകരണം കുറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ BS4 അല്ലെങ്കിൽ BS6 വാഹനങ്ങൾ എന്ന് പറയുന്നത് തന്നെ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി 2020 ശേഷം വന്ന വാഹനങ്ങളാണ്. നെക്സ്റ്റ്,
ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ പെർമിറ്റിന്റെ കാലാവധി, പെർമിറ്റ് എത്ര വർഷത്തേക്കാണ് എടുക്കുന്നത്? 5 വർഷത്തേക്കാണ് പെർമിറ്റ് എടുക്കുന്നത്. മാറിപ്പോരുത്, പെർമിറ്റ് എത്രയാണ്? 5 വർഷത്തേക്കാണ് എടുക്കുന്നത്. നെക്സ്റ്റ്, ബ്രേക്ക് സിസ്റ്റത്തിലെ അൺലോഡർ വാൽവിന്റെ ധർമ്മം എന്താണ്? അൺലോഡർ വാൽവ് എന്താണ്? പ്രഷറാണ്. എയർ ടാങ്കിലെ പ്രഷർ കൺട്രോൾ ചെയ്യുന്നു. നെക്സ്റ്റ്, പകൽ സമയം ഹെവി വാഹനങ്ങളിൽ ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിക്കേണ്ടത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? അനുയോജ്യമാണ്. ഓവർടേക്ക് ചെയ്യുമ്പോൾ എതിരെ വരുന്ന വാഹനത്തിന്റെ വേഗത കുറപ്പിക്കാൻ, അതും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കറുപ്പിക്കാം. നെക്സ്റ്റ്, ആശുപത്രിയിൽ പോകുമ്പോൾ, ഹെവി വാഹനങ്ങൾ ആശുപത്രിയിൽ എമർജൻസി ആയിട്ട് പോകുമ്പോഴും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹെഡ്ലൈറ്റ് വെക്കാം. സി, പോലീസ് ചെക്കിങ്ങിനെ സൂചിപ്പിക്കാൻ, അത് ശരിയല്ല. എന്നാൽ ഏറ്റവും അനുയോജ്യമായത് ഇതൊന്നുമല്ല. ഏറ്റവും അനുയോജ്യമായത് എന്താണ്? ഇതൊന്നും അല്ല. നെക്സ്റ്റ്, പുക മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിന് വേണ്ടി വാഹനം പരിശോധിപ്പിക്കേണ്ടത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുക പരിശോധന, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഓരോ വർഷവും തുടർന്നുള്ള 6 മാസങ്ങളിലും. അതായത് നമ്മൾ പഴയ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞ, അതായത് ഒരു വർഷത്തിന് ശേഷം ഓരോ 6 മാസം കൂടുന്തോറും എന്തായിരുന്നു? നമ്മൾ എന്ത് ചെയ്യണം? മലിനീകരണ സർട്ടിഫിക്കറ്റ് വാങ്ങണമായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ്? ഓരോ വർഷം കൂടുമ്പോഴാണ് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ്, ചരക്ക് വാഹനങ്ങളിൽ ആളുകളെ കയറ്റി സർവീസ് നടത്താൻ പാടില്ല. ലൈസൻസിന് എന്ത് ചെയ്യാം? അയോഗ്യത കൽപ്പിക്കാം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാം. നെക്സ്റ്റ്, മറ്റൊരു വാഹനത്തെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന പരമാവധി വേഗത 25 കിലോമീറ്റർ ആണ്. അന്നേരം പല ക്വസ്റ്റ്യനുകളിലും 24 എന്നും കൊടുത്തിട്ടുണ്ട്. അന്നേരം 25 കിലോമീറ്റർ ആണ് പരമാവധി വേഗത. 5 മീറ്റർ എന്ത് ചെയ്യണം? ഇതിന് തമ്മിലുള്ള കയറിന് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ കയറിന് നീളം ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഒരു വാഹനത്തിന്റെ 4 ഇൻഡിക്കേറ്ററുകളും ഒരേ സമയം മിന്നിത്തെളിയുന്നത് എപ്പോഴാണ്? ആ വാഹനം അപകടകരമായ രീതിയിൽ എന്ത് ചെയ്യുന്നു? തകരാറായി, മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് വാഹനം മുന്നോട്ട് പോകാൻ ആവാത്ത വിധം തകരാറിലാകുമ്പോൾ. അപ്പോൾ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? 4 ഇൻഡിക്കേറ്ററും ഒരുപോലെ പ്രവർത്തിക്കേണ്ടത്. നെക്സ്റ്റ്, ആദ്യത്തെ 4 സ്ട്രോക്ക് എഞ്ചിൻ നിർമ്മിച്ച വർഷം 1886 ആദ്യമായി 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ത് ചെയ്യുന്നത്? ബിൽഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് വശം ചെരിഞ്ഞോ തല കീഴായോ മറിയുന്നു. അതിന് എന്താണ്? റോൾ ഓവർ എന്നാണ് പറയുന്നത്. റോൾ ഓവർ. സ്കിഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യുന്നത്? വണ്ടി സ്കിഡ് ആവുന്നു. അതായത് വണ്ടി ബ്രേക്ക്, അതായത് ഇപ്പം ഒരുവിധം പുതിയ നമ്മൾ പല വീഡിയോകളിലും കാണുന്നുണ്ട് എന്ത് ചെയ്യുക? വാഹനം സ്കിഡ് ചെയ്യുന്നത്. സ്കിഡ് ചെയ്യുക എന്ന് പറയുന്ന വാഹനം തെന്നി മാറുക. ഇത് അടുത്തത് അണ്ടർ സ്റ്റിയറിങ്ങും ഓവർ സ്റ്റിയറിങ്ങും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അണ്ടർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വളവ് തിരിക്കുന്നു, പെട്ടെന്ന് വളവ് തിരിക്കുന്നു, എന്നാൽ എന്ത് ചെയ്യുന്നില്ല? വളവ് തിരിഞ്ഞു വരുന്നില്ല. അതിനെയാണ് അണ്ടർ സ്റ്റിയറിംഗ്. ഓവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളവ് കുറച്ച് എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തു? സ്റ്റിയറിംഗ് വളഞ്ഞു. പക്ഷേ എന്ത് ചെയ്യുന്നു? സ്റ്റിയറിംഗ് വളഞ്ഞത് എന്ത് ചെയ്തു? കുറച്ച് കൂടിപ്പോയി. അതായത് സ്റ്റിയറിംഗ് തിരിച്ചത് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താണ്? വണ്ടി ഓൾറെഡി എന്ത് ചെയ്യും? റോഡിന് പുറത്തേക്ക് വരും. അതിനെയാണ് ഓവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത്.